ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള ഒരു ഓവർനൈറ്റ് ഓട്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണാൻ പോകുന്നത്. മുമ്പ് ഞാൻ ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചാനലിലോട്ട് മേളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് രാത്രി മൊത്തം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓട്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പലർക്കും വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അതിനായിട്ടുള്ളൊരു സമയം നമുക്ക് കണ്ടെത്താൻ കഴിയാറില്ല. ഈ റെസിപ്പി നമ്മൾ തലേ ദിവസം തയ്യാറാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ സിമ്പിളായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും. വർക്കിംഗ് പീപ്പിൾ ആയിരുന്നാലും വീട്ടിലുള്ളവരായിരുന്നാലും സമയം ലാഭമാണ്. മാത്രമല്ല ഫുൾ പ്രോട്ടീൻ അടങ്ങിയ ഒരു വൺ ടൈം മീലാണ് ഈ ഓവർനൈറ്റ് ഓട്സ് എന്ന് പറയുന്നത്. ഇത് ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ ഉപദേശപ്രകാരം എൻ്റെ മോള് വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് സക്സസ്ഫുള്ളായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാനിത് 2 ഫ്ലേവറിലാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഒന്നൊരു ഫ്രൂട്ട് ഫ്ലേവറിലും വേറൊന്ന് ഒരു കോഫി ഫ്ലേവറിലുമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം അതിനെന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് നമുക്കതിന് വേണ്ടത് ഓട്സ് ആണ് കേട്ടോ. ഓട്സ് നമുക്ക് വേണം, പിന്നെ ചിയാ സീഡ്സ് വേണം, പിന്നെ ഏതെങ്കിലും ഒരു എസൻസ്, അതായത് നമുക്ക് പൈനാപ്പിൾ എസൻസോ വെനില എസൻസോ റോസ് എസൻസോ എന്ത് എസൻസ് ആണെങ്കിലും ഏതെങ്കിലും ഒരു എസൻസ് ഒരു ഫ്ലേവറിന്. പിന്നെ ഇവിടെ കുഞ്ഞുവാവ ഉള്ളത് കൊണ്ട് സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി അതൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ മസ്റ്റായിട്ട് വേണ്ടത് ഒരു പഴവും ഒരു ആപ്പിളുമാണ്. പിന്നെ യോഗേർട്ട് വേണം, പിന്നെ കോഫി പൗഡർ വേണം നമുക്ക്, പിന്നെ മിൽക്ക്, അത് ഏത് തരം മിൽക്കും ആവാം. ആൽമണ്ട് മിൽക്ക് ആവാം, ഓട്ട് മിൽക്ക് ആവാം, സോയാ മിൽക്ക് ആവാം, ഇല്ല സാധാരണ നമ്മുടെ പാല്, ഏതെങ്കിലും മിൽക്ക്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോഫി പൗഡറിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളത്തിൽ കലക്കി അതൊരു നല്ല ഡിക്കോഷനാക്കി വെക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു ഫ്ലേവറിന് വേണ്ടിയാണ്, ഒരു കോഫി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പം ഓരോ ദിവസം നമ്മൾ ഫ്ലേവർ മാറ്റി കഴിക്കുമ്പോഴേ നമുക്ക് ആ ഒരു കണ്ടിന്യൂവേഷൻ്റെ ഒരു ബോറിങ് അങ്ങ് മാറുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇത് വേറെ ഒരുപാട് ഫ്ലേവറിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേറെ ഒരുപാട് ഫ്ലേവർ കാണിച്ചു തരാം. ഇനി നമ്മളിത് 2 ജാറിലായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഇടാൻ പോവുകയാണ്. 3 ടേബിൾ സ്പൂൺ ഓട്സ് വീതം ഞാൻ 2 ഗ്ലാസ്സിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരാൾക്കാണ് എടുക്കുന്നെങ്കിൽ 1 ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 2 ഫ്ലേവർ കാണിക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് എടുത്തുന്നേ ഉള്ളൂ. 3 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിയാ സീഡ്സ് ഇടുകയാണ്. ചിയാ സീഡ്സ് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ യോഗട്ട് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്ക് യോഗട്ടാണ്. ഇത് 0 കൊളസ്ട്രോൾ ആൻഡ് ഫാറ്റ് ആണ്. ഇപ്പോൾ ഈ യോഗട്ട് നമുക്ക് അബ്രോഡിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ യോഗട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നമ്മൾ നല്ല പുളിയില്ലാത്ത കട്ട തൈര് എടുത്താൽ മതി. ഒരുപാട് പുളിപ്പ് ഉണ്ടാവരുത് തൈരിന്. ഇനി അതിനുശേഷം നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അല്പം എസൻസ് ഒഴിക്കാം. അതിൽ ഒരു ഡ്രോപ്പൊക്കെ മതി കേട്ടോ. ഒരു മണത്തിനായിട്ട് മാത്രമാണ്. ഇത് കൂടിപ്പോയാൽ കുറച്ച് അല്പം ഒരു കയ്പ്പൊക്കെ വരും. അതുകൊണ്ട് ഒരു മണത്തിന് ഒരല്പം എസൻസ് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ പാലൊഴിക്കുകയാണ്. പാൽ എന്തിനാന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിക്കായിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. ഈ ചിയാ സീഡ്സൊക്കെ ഈ വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്ക് അതൊരു നല്ലൊരു ജെല്ലി ഫോമിലാവും. അത് നല്ല വീർത്ത് നല്ല ഒരു ഡബിൾ ഇതിൽ നിന്ന് അത് വീർത്ത് വലുതാവും ആ ചിയാ സീഡ്സൊക്കെ. അതിന് ആ വെള്ളം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ പാലൊഴിച്ച് കൊടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഓപ്ഷണലാണ്. ഇവിടെ കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട് അവന് വേണ്ടിയിട്ട് വെച്ചിരുന്ന ആ ഒരു ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ബ്ലൂബെറി ഒക്കെ ഫ്രൂട്ടാണ് ഇരിക്കുന്നത്. ഇത് നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വാഴപ്പഴവും, ഏത്തപ്പഴം ആണെങ്കിലും കുഴപ്പമില്ല, വാഴപ്പഴവും ആപ്പിളുമാണ് വേണ്ടത്. അത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. പോമിഗ്രാനേറ്റ് ഇടാം, പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ഇടാം, ഗ്രീൻ ആപ്പിൾ ഇടാം, എന്ത് വേണമെങ്കിലും നമുക്കിടാം. നല്ല ഫ്രൂട്ട്സ് എല്ലാം പോഷകങ്ങൾ തന്നെയാണല്ലോ. ഇപ്പോൾ ഞാൻ 2ലായിട്ടും എല്ലാ ഫ്രൂട്ട്സുകളും, ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും 2 ഗ്ലാസ്സിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി ഒക്കെ ഇടുമ്പോഴത്തേക്കൊരു ടേസ്റ്റാണ്, അതിന് വേണ്ടിയാണ്. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു വീടുകളിലും എപ്പോഴും ഇത് അവൈലബിൾ ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ട് അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇട്ടത് കൊണ്ട് അത് കാണിക്കുന്നു.
പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പഴം, ആപ്പിളും ഒരു വാഴപ്പഴവും എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിരുന്നതും 2 ജാറുകളിലായിട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ആ ഫ്ലേവറിന് വേണ്ടി എടുത്തു വെച്ചിരുന്ന കോഫി ഡിക്കോഷൻ അത് ഒരു ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് തിക്ക് ഡിക്കോഷൻ വേണമെങ്കിൽ മൊത്തം ഒഴിക്കാം, അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോഫി ഫ്ലേവറിലുള്ള ഓവർനൈറ്റ് ഓട്സ് റെഡിയായി. അടുത്ത ജാറിലുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രം ഇട്ടതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് എടുക്കുക. ഇപ്പോൾ കോഫി ഫ്ലേവറിലുള്ളതും റെഡിയാണ്, ഫ്രൂട്ട് ഫ്ലേവറിലുള്ളതും റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾ തലേ ദിവസം രാത്രി തയ്യാറാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. പിറ്റേ ദിവസം രാവിലെ നമുക്ക് തണുപ്പ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അതുപോലെ എടുത്ത് കഴിക്കാം. അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിരുന്നിട്ട് നിങ്ങൾ കഴിച്ചു നോക്കുക. ഒരു 2 ആഴ്ച ഇത് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായി എന്ന് നിങ്ങൾ ദയവേതൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം 100% റിസൾട്ട് ഉറപ്പുള്ള ഒരു നല്ല റെസിപ്പിയാണിത്. പലരും പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതുമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് ദയവ് ചെയ്ത് എന്നെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ. അപ്പം വീണ്ടും വരാം. ബൈ.